സഹകരണ രംഗത്ത് തെറ്റായ പ്രവണതയെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ട്. നിയമങ്ങൾ കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പ എടുക്കുന്നു, വായ്പ സംഘടിപ്പിച്ച് നൽകുകയും ചെയ്യുന്നു. ലോൺ വാലുവേഷനിൽ ഗുരുതരമായ വീഴ്ചയെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. വിവരങ്ങളുമായി അരുൺരാജ് തുടരുന്നു. അരുൺ, സഹകരണ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണങ്ങളിൽ ഒന്ന് നേതാക്കളും പ്രവർത്തകരും എടുക്കുന്ന വലിയ തുക തിരിച്ചടയ്ക്കാത്തതാണ് എന്ന് തന്നെ നേർക്കുനേർ പറയുകയാണോ? തീർച്ചയായും ഹാഷ്മി, സഹകരണ മേഖലയുടെ തകർച്ചയ്ക്ക് പിന്നിൽ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് CPIMന്റെ പ്രവർത്തന റിപ്പോർട്ട് പറയുന്നത്. ഈ പല നേതാക്കളും നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിയാണ് ഈ ലോണുകളടക്കം എടുത്തത്. അതിൽ കൃത്രിമം പോലും പലപ്പോഴും കാട്ടിയിട്ടുണ്ട് എന്നതാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് തുറന്നു സമ്മതിക്കുന്ന കാര്യം. ഈ വായ്പകൾ സംഘടിപ്പിച്ച് നൽകുകയും ചില നേതാക്കൾ ചെയ്യുന്നു. എടുത്തു നൽകുന്ന പണം അടിയന്തരമായി തന്നെ നേതാക്കൾ ഈ സഹകരണ ബാങ്കുകളിൽ തിരിച്ചടയ്ക്കണമെന്ന കർശനമായ നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോൺ വാലുവേഷനിലടക്കം ഗുരുതരമായ വീഴ്ചയാണ് നടക്കുന്നത്. ഇത് പലപ്പോഴും പാർട്ടി നേതൃത്വത്തിലുള്ള ബാങ്കുകളിലാണ് നടക്കുന്നത് എന്നത് വളരെ ഗൗരവ സ്വഭാവത്തോടെ കാണുന്നു. ക്രമക്കേടുകൾ അതാത് ഘട്ടത്തിൽ തിരുത്താൻ ഈ ബാങ്കുകളുടെ ചുമതലയുള്ള പാർട്ടി നേതാക്കൾ ശ്രമിക്കണം എന്നുകൂടി പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെറ്റായ രീതിയിൽ പണം പിൻവലിച്ച് കൈവശപ്പെടുത്തിയെന്ന പരാതികൾ പോലും പാർട്ടിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. ഇത്തരം നേതാക്കളുടെ പട്ടികയും ഇത്തരം സ്ഥാപനങ്ങളുടെ പട്ടികയും പലകുറി സംസ്ഥാന സെന്റർ ആവശ്യപ്പെട്ടിട്ട് നൽകിയിട്ടില്ല. അത് ആകെ നൽകിയത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മാത്രമാണ് എന്നുള്ളതാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് പറയുന്നത്. സഹകരണ മേഖലയുടെ സ്വീകരിക്കുന്ന നിലപാട് എന്നതിലാണ് ഈ കാര്യങ്ങളിൽ പാർട്ടി പ്രവർത്തന റിപ്പോർട്ട് വിശദീകരിക്കുന്നത്.